ഒരു കസ്റ്റമർ ആണ് എന്ന പ്രിവിലേജ് ഉപയോഗിച്ച് മുൻപിലിരിക്കുന്ന ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു പ്രാക്ടീസ് അല്ല. ലോകത്ത് എല്ലാവരും വൺ വേ അല്ലെങ്കിൽ അതർ വേ കസ്റ്റമേഴ്സ് ആണ്. നമ്മൾ കസ്റ്റമർ ആയിരിക്കെ തന്നെ നമ്മൾ ചിലപ്പോൾ സർവീസ് എടുക്കുന്ന സ്ഥാപനങ്ങളോടോ വ്യക്തികളോടോ എസ് എ ക്ലൈൻറ്റ്, എസ് എ കസ്റ്റമർ നമ്മൾ എന്ത് തരം ഡിമാൻഡാണ് വെച്ച് പുലർത്തുന്നത്. ഇപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ഏജൻസിയിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂ ആണ് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ. ആ കസ്റ്റമറെ നമുക്ക് പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ചൊറിയൻ പുഴു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത്തരം ചൊറിയന്മാരായ കസ്റ്റമർ എങ്ങനെയാണ് ഓരോ ആൾക്കാരും ഡീൽ ചെയ്യും? അദ്ദേഹവും ഒരു കസ്റ്റമർ ആയിരിക്കാം, നമ്മളും ഒരു സർവീസ് പ്രൊവൈഡർ ആണ്. ഇപ്പൊ ആസ് എ കസ്റ്റമർ നമ്മളൊരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും. ഒരു കസ്റ്റമർ സർവീസ് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എന്തൊക്കെ ഡിമാൻഡ്സ് ആണ് നമ്മൾ ചെയ്യാറ്, ഇപ്പൊ എന്ത് തരം ക്വാളിറ്റീസ് ആണ് ആസ് എ കസ്റ്റമർ നമുക്ക് ഉണ്ടാവേണ്ടത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വലിയ കൃത്യത നമ്മളെല്ലാവരും വെച്ചു പുലർത്തണം. കാരണം അപ്പുറത്തിരിക്കുന്ന ആൾക്കാരും ഹ്യൂമൻ ബീയിങ്സ് ആണെന്നും അവർക്കും അവരുടേതായ സെൽഫ് റെസ്പെക്ട് ഉണ്ടെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ത്രൂ ഔട്ട് ഈ പറയുന്ന ബിസിനസ് ഡീലിൽ മുഴുവൻ ഒരു കസ്റ്റമർ ആണ് എന്ന പ്രിവിലേജ് ഉപയോഗിച്ച് മുൻപിലിരിക്കുന്ന ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു പ്രാക്ടീസ് അല്ല. നിങ്ങളുടെ അനുഭവത്തിൽ ഇത്തരം ചൊറിയന്മാരായ കസ്റ്റമറും ആ കസ്റ്റമറെ ഡീൽ ചെയ്ത അനുഭവങ്ങളും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി പറയാവുന്നതാണ്.